ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം മാർക്കറ്റിലൊന്ന് പോയി, പിന്നെ വരാപ്പുഴ മീൻ മാർക്കറ്റിൽ വന്ന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം ലോഡ് ഇറക്കിയിട്ട് ഞാൻ കാര്യം പറയാം. തല ചുമടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇവിടെ വച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അമ്മേ, ചാക്കൊക്കെ നിരത്തിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ചന്തയാണ്. ഞാൻ കുറെ ചന്തയാണെന്ന് വിചാരിച്ചു, എന്നാലും സാരമില്ല. അപ്പൊ ഇന്ന് എല്ലാ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് മീനാണ് കേട്ടോ. അത് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. ഇന്നിപ്പൊ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് പച്ചക്കറിയാണ്. പിന്നെ ഇത് നമ്മുടെ അതിന്റെ പേര് പറയത്തില്ലോ, പീച്ചിങ്ങ. പിന്നെ ബിറ്റഗോഡ്, തോട്ടിഗോഡ്, എന്നൊക്കെ ഒന്നിനേക്കും. ഇത് ബീട്രൂട്ട്, പിന്നെ ബീട്രൂട്ട്, പിന്നെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ വേണ്ട തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളക് എടുത്തു. പിന്നെ ഇങ്ങനെ സൂപ്പർ പാവയ്ക്ക, ഇന്ന് വെറൈറ്റി പാവയ്ക്ക കിട്ടി, ഒരു പാവയ്ക്ക എടുത്തു. പിന്നെ 2 കുക്കുംബർ. ഓക്കെ, പിന്നെ ക്യാരറ്റ് 2 എടുത്തു. പിന്നെ ബീൻസൊക്കെ ഒരു പിടി എടുത്തുള്ളൂ, നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബീൻസ് എടുത്തു. പിന്നെ ചെറായി, നമ്മുടെ നാട്ടിലെ എന്നായിരുന്നു, എന്നാ പുള്ള, ലെമൺ ഗ്രാസ്. ഇത് നമ്മള് കറിയിൽ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ മലേഷ്യക്കാരി ഇരിക്കുകയാണ്. ഓക്കെ, എന്താ വേണം. പിന്നെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കെട്ട് നമ്മുടെ നീളം പയർ ഒരു കെട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ടക്കായി, വെണ്ടക്ക കണ്ടോ, ഞാൻ കുടഞ്ഞിരുവാണേ. വെണ്ടക്ക എടുത്തു. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനമാണ് പൈനാപ്പിൾ. 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കണ്ടോ. 2 പൈനാപ്പിൾ എടുത്തു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു തേങ്ങ എടുത്തില്ലേന്ന്. തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ നാടൻ തേങ്ങ കണ്ടോ, വലിയ തേങ്ങ കേട്ടോ. 3 നാടൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ സാധനമുണ്ട്, സ്പെഷ്യലാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പർ കെട്ടി വെച്ചേക്കുവാണ്, കാണിക്കാം. അടുപ്പിച്ച് കാണിക്കോ. കണ്ടോ, നല്ല സൂപ്പർ നാടൻ താറാമുട്ട കണ്ടോ. ഞങ്ങൾ വാങ്ങിച്ച കേട്ടോ. പിന്നെ ഇതാണ് ഇത്ര സാധനം. പിന്നെ അടിപൊളി വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ മാർക്കറ്റിൽ പോയ സമയത്ത് അവര് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ടോ. നല്ല അടിപൊളി വെളിച്ചെണ്ണ കേട്ടോ. അവിടെ തന്നെ നമ്മൾ ഈ തേങ്ങ വാങ്ങിക്കുന്ന കടയിലെ അപ്പൂപ്പൻ വിൽക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ ഇത്ര സാധനങ്ങളാണ് പച്ചക്കറിയായിട്ട് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം, അടുത്തത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മീന് കാണിച്ചു തരാം. ഓക്കെ, മീൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, മീൻ ഞാൻ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മത്തി പോലെ ഇരിക്കുന്ന ഒരു മീനാണ് കേട്ടോ. മത്തിയല്ല, സത്യത്തിൽ മത്തി പോലെ ഇരിക്കുന്ന കേട്ടോ. മുള്ളനാണ്. വറക്ക സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ഫ്രഷ് കണ്ടോ, ഐസ് പോലും ഇടാത്ത മീനാണ്. അടുത്തത്
കുട്ടൻ, ശ്രീകുട്ടൻ. നല്ല കുട്ടൻ മീൻ കണ്ടോ. നെക്സ്റ്റ് നെത്തോലി ഞാൻ അവിടെ ഇട്ട് കാണിച്ചില്ല കേട്ടോ. ഇടണോ നെത്തോലി? ദേ നല്ല പെടക്കണം നത്തോലി ഞാൻ എടുത്ത് കാണിക്കതേ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല മീനിനകത്ത് കൈ അളിച്ചു വരുന്നതിന്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അടുത്ത മീനെന്ന് പറയുന്നത് നല്ല സൂപ്പർ ചൂര ഉണ്ടോ. ഓക്കെ, സൂപ്പർ ചൂര. അടുത്തതാണ് പൊളി സാധനം. അടുത്തതാണതേ ഞാൻ നിലനിർത്തി കാണിക്കാം. പാമ്പാട, നല്ല പിടയ്ക്കണ പാമ്പാട ഉണ്ടോ ഉണ്ടോ. ഉണ്ടോ പാമ്പാട. വയറ് വെട്ടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഫ്രഷ് ആണ് അതാ. അതെ അതെ. പിന്നെ അയല, അതിലൊക്കെ നല്ല ഫ്രഷാ കേട്ടോ. ഇത് കണ്ടോ, നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ കണ്ടോ. നല്ല അടിപൊളി അയല. ഇനി അടുത്തത് നമ്മള് മറ്റേ ഈ മീൻ വെട്ടി വാങ്ങിച്ച കേട്ടോ. അത് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അല്ലേ, നമ്മുടെ സിയാക്കാപ്പിന് കാളാഞ്ചി ഇത് കണ്ടോ. അവര് നുറുക്കി നല്ല ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കേട്ടോ. ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് കറി വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് കൊഞ്ചാ കേട്ടോ. കൊഞ്ചല്ലേ, ചെമ്മീനല്ലേ ഇത്? യെസ്, നല്ലത് കേട്ടോ. നല്ല അടിപൊളി ചെമ്മീനാണേ, നല്ല ഫ്രഷ് ആണ് ഇത് കണ്ടോ. പിന്നെ നമ്മുടെ കിളിമീന് ഞാൻ അങ്ങോട്ട് നിരത്തി വെക്കുന്നില്ല. കിളിമീൻ വേണ്ടേ, നല്ല ചെറിയ കിളിമീനാണ് കേട്ടോ. നല്ല നല്ല ഫ്രഷ് ആണ് ഇത് കണ്ടോ. നല്ല കിളിമീനാണ്. ചെറുതായാലും നല്ല അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മാർക്കറ്റ് ഞങ്ങളൊരു ഏകദേശം ഒരു 2 ആഴ്ചത്തേക്കൊക്കെ ഉള്ളതാണല്ലോ. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ചത്തേക്കൊക്കെ കിട്ടും. എപ്പോഴും കടയിൽ പോകാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ ഏകദേശം 1 മാസത്തേക്കൊക്കെ ഉള്ള സാധനങ്ങളെന്ന് പറയാം. ഓക്കെ, ഇത് പച്ചക്കറിയും മീനും മാത്രം കേട്ടോ. പിന്നെ പലചരക്ക് ഞാൻ ഓൾറെഡി ഇന്നലെ വാങ്ങിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ അത് വിചാരിച്ചു. പിന്നെ മീനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല കാണാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്കിഷ്ടമാണ്, കുറെ പേർക്കൊക്കെ ഇഷ്ടമാണ് പച്ചക്കറി മീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മലേഷ്യയിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് ഉപ്പിലിടുന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പം മീനിന്റെ ഒക്കെ വെറൈറ്റി കുറെ കുക്കിംഗ്, ഉണക്ക നെത്തോലിയൊക്കെയാണ്, അല്ല നെത്തോലി, അതൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പുറകെ വീഡിയോസിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ മീനൊക്കെ ഈ സിയാക്കാപ്പ്, ഇത് ഇവിടുത്തെ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.